അപ്പോൾ മക്കളെ, രേണു സുധി കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ ടോപ്പിക്കിലില്ല. ഞാൻ വേണമെന്ന് വെച്ച് ഇഗ്നോർ ചെയ്ത ടോപ്പിക്കാണ്. പക്ഷെ ഇപ്പം എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ടോപ്പിക്ക് ഞാൻ വീണ്ടും എടുക്കുന്നത്. ഇഷ്ടമുള്ളവർക്ക് കാണാം, ഇഷ്ടമില്ലാത്തവർക്ക് വേറൊരു കോണ്ടന്റ് ഞാൻ അപ്ലോഡ് ചെയ്യും, അപ്പോൾ അത് വന്ന് കണ്ടാൽ മതി. രേണു സുധി വീട്, ഇതാണല്ലോ മെയിൻ വിഷയം. ഇതിനകത്ത് രേണു സുധിയുടെ ഫാദർ കഴിഞ്ഞ ദിവസം ഇവരുടെ വീടിന് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് രേണു സുധീൻ്റെ ചാനലിൽ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ താജ് എന്ന് പറഞ്ഞൊരു വ്യക്തി വന്നിട്ട് രേണു സുധിയുടെ അച്ഛൻ്റെ വോയിസ്, പിന്നെ ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തി അയാൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഈ രണ്ട് മക്കൾ ഋതപ്പനും കിച്ചു, ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നൊരു പ്രസൻറ്റ് സിറ്റുവേഷൻ ആൻഡ് ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാമല്ലോ. പ്രഡിക്ഷൻ മാത്രമേ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ തുടങ്ങുന്നത് രേണു സുധീൻ്റെ വ്ളോഗ് വീഡിയോ പ്ലസ് വേറൊരു ചാനലിൽ ഇവരുടെ വീട് വെച്ച സമയത്ത് രേണുവിനെ അവർ അപ്രോച്ച് ചെയ്ത് അവരുടെ വീടിനെ കുറിച്ചൊരു വീഡിയോ, ഒരു ഹോം ടൂർ ചെയ്ത സമയത്തുണ്ടായിരുന്ന രണ്ട് യൂണിവേഴ്സിലുള്ള രേണു. ഹലോ, നമസ്കാരം. ഞാൻ രേണു സുധിയാണ്. ഞാനിവിടെ നിൽക്കുന്നത് സുധീലയത്തിൻ്റെ മുന്നിലാണ് നമ്മുടെ. അപ്പം സുധീലയത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നത്. അപ്പം ഈ നിങ്ങൾ വീടിൻ്റെ അകത്തെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു വൃത്തിയില്ല, അതില്ല. അപ്പം പുറത്തും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും കള്ളമാണ്, ഞാൻ പറഞ്ഞ കള്ളമാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ പപ്പായ്ക്കാണ് അറിയുന്നത്. പപ്പ അത് കാണിച്ചു തരും. ഞാൻ അങ്ങോട്ടൊന്നും പോലെ എനിക്ക് ഷൂട്ടിന് പോകാൻ ഞാൻ റെഡി ആയിട്ട് നിൽക്കുവാണ്. സുധിച്ചേട്ടൻ്റെ സ്വപ്നമാണ് വീട്. ഏട്ടൻ ഇപ്പോൾ ഇല്ലെങ്കിലും ഏട്ടൻ്റെ പ്രസൻസ് ഇല്ലെന്നേ ഉള്ളൂ. ആളുടെ ആത്മാവ് ഇവിടെ തന്നെയുണ്ട്. അപ്പം അകാല വിയോഗത്തിൽ പെട്ടെന്ന് നമ്മൾ ആകാമെന്ന് ഓർത്തിരുന്നപ്പം പക്ഷെ നമ്മൾ അനാഥരാക്കിയില്ല. വീടിൻ്റെ കാര്യം പറഞ്ഞപ്പം ഇവിടെ KHDC എന്ന് പറയുന്ന ഫിറോസ് ഇക്കാരുടെ നേതൃത്വത്തിലുള്ള KHDC 24-നെ അറിയിച്ചു, ഞങ്ങൾ വീട് ചെയ്തു കൊടുത്തോളാം. അങ്ങനെ വന്നപ്പം സ്ഥലം ബിഷപ്പ്, നമ്മുടെ അമ്പലവേലി ബിഷപ്പ് നോബൽ ഫിലിപ്പ് ബിഷപ്പ് 7 സെൻറ്റ് സ്ഥലം ഫ്രീ ആയിട്ട് തന്നോളാമെന്ന് പറഞ്ഞപ്പോൾ ഇവർ 3 കൂട്ടരും കൂടെ, പിന്നെ അതുപോലെ സംഘടനയും കൂടെയുണ്ട്. ഇവർ ഇത്രയും പേരുടെ ഒത്തൊരുമയോടുകൂടി നമുക്കൊരു ചെറിയ വീട്, നമുക്കല്ല സൂചിച്ചേണ്ട വീട്, സൂചിച്ചേണ്ട മക്കളുടെ പേരിൽ നല്ലൊരു മനോഹരമായൊരു വീട് കൊടുത്തു. ഇതാണ് രേണു എന്ന് പറഞ്ഞ വ്യക്തി. രണ്ട് യൂണിവേഴ്സിലായിട്ട് നിങ്ങൾക്ക് തോന്നും. ഓക്കെ, ഇത്രയും മാറ്റം രേണുവിന് വന്നിട്ടുണ്ട്. ഫൈൻ, ഇറ്റ്സ് ഗുഡ് ആക്ച്വലി. ഒരു മനുഷ്യൻ മാറുക, അതായത് എന്നും ഒരു ട്രോമയിൽ കിടക്കേണ്ട കാര്യമില്ലല്ലോ. മാറ്റം നല്ലതാണ്, ആക്സെപ്റ്റബിൾ. പക്ഷെ ആ വീടിന് വന്ന മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾ രേണുവിൻ്റെ മാറ്റം കാണിക്കാനാണ് ഞാൻ വീഡിയോ വെച്ചതെങ്കിലും ഞാനത് പറയാൻ കാരണം നിങ്ങൾ അപ്പോഴാണ് ഫോക്കസ് ചെയ്തിരിക്കും. നിങ്ങൾ രേണുവിന് എന്താ സംഭവിച്ചതെന്നുള്ളത് നോക്കുമ്പോൾ വീടിൻ്റെ മാറ്റം നിങ്ങൾ ശ്രദ്ധയിൽ പെട്ടുകയാണ്. ഈ വീട് വെച്ച് കൊടുത്ത സമയത്ത് അതിൻ്റെ സറൗണ്ടിങ്സ് നല്ല ക്ലീനായിരുന്നു. അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് നല്ല ക്ലീനിലാണ്. നമുക്കൊരു സാധനം കിട്ടുന്ന സമയത്ത് അത് വേറൊരാൾ നമുക്ക് ഗിഫ്റ്റ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരോടുള്ളൊരു റെസ്പെക്റ്റ് നമ്മൾ ഇതിൻ്റെ മുകളിൽ കാണുക. ആ കിട്ടിയ സാധനത്തിൻ്റെ മുകളിൽ കാണിക്കണം. നമ്മൾ ആ സാധനം എങ്ങനെ കീപ്പ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ മുകളിലാണ് നമുക്ക് ആരാണോ ആ സാധനം തന്നത് അയാളോടുള്ള റെസ്പെക്റ്റ് കാണിക്കേണ്ടത്. വീടിൻ്റെ അകത്ത് മാത്രമല്ല, പുറത്തും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഫുൾ കാടാണ്, ആകെ മൊത്തം മറ്റേ പോച്ച കയറി കിടക്കണ ചുറ്റുപാട് മൊത്തം. അതിന് കുറേ കാരണങ്ങളുമായിട്ട് ഇവിടെ രേണുവിൻ്റെ ഫാദറും വന്നിട്ടുണ്ട്. ഈ കമ്മിങ് ടു ദിസ് ഹൗസ്, ആ പെർട്ടിക്കുലർ വീട്, ആ വീട്ടിൽ പൊളിഞ്ഞു പോയി എന്ന് പറഞ്ഞപ്പോൾ വീടിന് എന്തെങ്കിലും സംഭവിച്ചു, ചോർച്ച ഉണ്ട്, പൊളിഞ്ഞു പോയി, വർക്ക് നന്നല്ല, ലോ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നതിനൊരു രീതിയില്ല. ഈ മനുഷ്യൻ നേരെ കയറി ചെന്നിട്ട് ഓൾറെഡി പൊട്ടിപ്പോകുന്നൊരു ഭാഗം അത് വീണ്ടും പൊട്ടിക്കാൻ വേണ്ടി മാന്തി പറിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കും, ഈ നനയുന്ന വശം മുഴുവൻ തേപ്പും ഈ പെയിൻറ്റും പോകുന്നത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ തൊട്ട് കാണിക്കാം. ആൾക്കാർക്ക് പെട്ടെന്ന് ഓർക്കും പിള്ളേരും എല്ലാം മാന്തി പറിച്ചാണ്. പിള്ളേർ മാന്തി പറിക്കുന്നില്ല. ഇത് കണ്ടോ, ഇതാണ് തേപ്പ്, കണ്ടോ? ഇത് നിങ്ങൾ കാണണം. ഇതാണ് ഈ വീട് തേച്ച് വെച്ചിരിക്കുന്ന സാധനം. നിങ്ങൾ കണ്ടോ, എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇത് പോവുക, ഇങ്ങനെ പോകും. ഇത് മുഴുവൻ വിട്ടിരിക്കുക, ഈ ഭിത്തി മുഴുവനും ഇതുപോലെ വിട്ടിരിക്കുക. ഒരാൾക്ക് കണ്ടാൽ തന്നെ അത് പൊട്ടിപ്പോകുന്നത് മനസ്സിലാവും. ഈ ആശാൻ എന്താ ചെയ്യണമെന്ന് അറിയോ? ഡാഡി ഗിരിജ ഓൾറെഡി അത് പോയി വീണ്ടും മാന്തി പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാര്യമുണ്ടോ? സ്വന്തം മുതലാണെങ്കിൽ അത് ചെയ്യില്ല, മനസ്സിലായോ? സ്വന്തം മുതലിൽ അതാരും ചെയ്യില്ല, അത് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് കണ്ടാൽ അറിയാം, ക്യാമറയിൽ അത് കിട്ടുന്നുണ്ട് ക്ലിയർ ആയിട്ട് അവിടെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുക എന്നുള്ളത്. അത് നിങ്ങൾ വീണ്ടും പോയിട്ട് അത് മാന്തി പൊളിച്ച് ഇനി അതൊരു മോശം കണ്ടീഷനിലാക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ എന്തിനാ അത് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ സ്വയം പറയുന്നുണ്ട്
ഇങ്ങനെ വീട് പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്, മേസ്തിരിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആൾ പോയിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുമെന്നുള്ളത് നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ പറ. പുള്ളി ഇത് വന്ന് കണ്ടിട്ട്, ഈ സാധനം ഒന്ന് വന്ന് കണ്ടിട്ട്, ഇതൊന്ന് അന്ന് കണ്ട ഇതൊന്ന് ശരിക്കും എടുത്ത് ഇത് കണ്ട് ഇത് മുഴുവൻ ഇതുപോലെ ഇളകിയിരിക്കുക. ഞാൻ അതുകൊണ്ട് ഇനി അത് കാണിക്കുന്നില്ല. അതുപോലെ ഇവിടെ ഒരു മതിൽ ഇതാരോ സ്പോൺസർ ചെയ്തെന്ന് അന്ന് അറിയുന്ന ആരാന്നും എനിക്ക് വ്യക്തമല്ല, അവരുടെ നമ്പരും ഇല്ല ഒന്നും അറിയില്ല. ഈ മതിലിന് പൈസ സ്പോൺസർ ചെയ്തെന്ന് പറഞ്ഞാണ് അന്ന് അദ്ദേഹം തന്നെ പറഞ്ഞത്. എല്ലാം സ്പോൺസറിങ് എന്നാണ് ഈ ഫിറോസ് എന്ന് പറഞ്ഞ ഈ KHDC ചെയർമാൻ, ഈ വീട് പണിയെന്ന അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ മതിലിൻ്റെ കാര്യത്തിലേക്കാണ് ഇവർ പോകുന്നത്. മതിൽ സ്പോൺസർ ചെയ്തത് മറുനാടൻ മലയാളി ചാർജൻസ് കറിയ ആൻഡ് ടീം. അത് അവർ തന്നെ വീഡിയോ ഇട്ട് പറഞ്ഞിട്ടുണ്ട്. ആ മതിലിൻ്റെ ആ സൈഡിലുള്ള അവസ്ഥ നിങ്ങൾ കണ്ടു. അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്, അവിടെ ആകെ മൊത്തം മെസ്ഡപ്പാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു വീട് ഓക്കെ, അത് അവർക്ക് വേറെ ആളുകൾ വെച്ച് കൊടുത്തതാണെങ്കിലും അത് കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ. അതിൻ്റെ ചുറ്റുപാട് നോക്കിയാൽ തന്നെ അറിയാം വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ആ വീട് കിടക്കുന്നത്. ഇനി മതിലിൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ മതിലിൻ്റെ ഔട്ട്സൈഡ് പോർഷനൊക്കെ ഇയാൾ ഇനി നടന്ന് കാണിക്കുന്നുണ്ട്. അതിനു മുമ്പ് മതിലിൻ്റെ ഉൾഭാഗത്ത് എങ്ങനെയാണ് ഇത് പൊട്ടിയത് എങ്ങനെയാണെന്നുള്ളതൊക്കെ മൂപ്പര് വിവരിക്കുന്നുണ്ട്. പൊട്ടിയ കാര്യം പറയുമ്പോൾ അങ്ങനെ പറഞ്ഞത് ഓൾമോസ്റ്റ് ശരിയാണെന്ന് എനിക്കും തോന്നുന്നുണ്ട്. കാരണം അടിയിലൊരു ബെൽറ്റ് പോലത്തെ ഒരു സാധനമൊന്നും ഇല്ലാതെ ഒരു 6 അടിയുടെ മുകളിൽ വലുപ്പത്തിൽ വെറുതെ ബ്രിക്ക് വെച്ച് കെട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ലോഡ് മണ്ണും വീടും ഇരിക്കും. വെയിറ്റ് വരുമ്പോൾ ആ സാധനം ഇരിക്കും, മഴയൊക്കെ പെയ്യുമ്പോൾ ഇരിക്കാതിരിക്കില്ല. ബട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. അപ്പം ആ ഒരു വിഷയം ഒന്നാണ്. പിന്നെന്താ അവിടെ വിഷയം വരിക? ഫുള്ള് ചുറ്റുപോറും പോച്ച കയറി അതിൻ്റെ വേരിറങ്ങി കാട് പിടിച്ച് കടന്നു കഴിഞ്ഞാൽ ഓബിയസ്ലി ഈ വള്ളിപ്പടർപ്പും മരത്തിൻ്റെ വേരൊക്കെ പോകുമ്പോൾ സിമെൻറ്റിൻ്റെ അതിൻ്റെ ഇടയിൽ കൂടി കല്ലിൻ്റെ ഇടയിൽ കൂടി കയറിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ശക്തി പോയില്ലേ? ഇങ്ങനെ കാണിച്ചു കണ്ടോ? ഈ മതിൽ കെട്ടി താഴെ നിന്ന് ഓളോ ബസ് കെട്ടി ഇത്രയും പൊക്കത്ത്, ഇത് എത്ര അടി പൊക്കം കാണും? 5-6 അടിയെങ്കിലും കാണുകയല്ലേ? ഈ 6 അടി 7 അടി പൊക്കത്തിലുള്ള മതിൽ ഇങ്ങനെയാണ് കെട്ടി വെച്ചത്. മൊത്തം മറിഞ്ഞ് നിൽക്കുക. ഞങ്ങൾക്ക് ഇവിടെ ഒരു ചെടി പോലും വയ്ക്കാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞത് മറിഞ്ഞ് താഴെ പോകും. മറിഞ്ഞ് താഴെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഈ ദാനം തന്ന ബിഷപ്പിൻ്റെ പറമ്പിലോട്ട് അത് പോകും. ഇവിടെ വെള്ളം വന്ന് മതിലിൻ്റെ സൈഡിലോട്ട് ഈ പ്രാവശ്യം തന്നെ അത് പോകും. അതുകൊണ്ട് ഞാൻ മേലാത്തിരുന്ന് ഞാൻ തൂമ്പ എടുത്ത് വെട്ടി ഇതിലേ വന്ന് ഇവർ വെച്ച് തന്ന ഓവ, ആ ഓവത്തിൻ്റെ ഇതിൽ പോകാൻ വേണ്ടി ഞാൻ ഇവിടെ കുഴിച്ച് വെച്ചിരിക്കുക. അങ്ങോട്ട് പോകുമായിരുന്നത് മൊത്തം ഇടിഞ്ഞേനെ. അതുകൊണ്ട് ഈ പ്രാവശ്യം നിൽക്കട്ടെ എന്ന് ഓർത്ത് ഞാൻ അതൊന്നും ചെയ്യാതെ അങ്ങനെ വെച്ചിരിക്കും. ചെടി പോലും ഞങ്ങൾക്ക് വെക്കാൻ മേല. ഓക്കെ, ചെടി പോലും വെക്കാൻ മേലാന്ന് അങ്ങേര് പറയുന്നുണ്ട്. ചെടി മതിലിൻ്റെ പൊക്കത്തിൽ തന്നെ കയറ്റി വെക്കണ്ടല്ലോ. സൈഡിലൊക്കെ ചെടി വെച്ച് അത്യാവശ്യം ഒരു ഗാർഡൻ പോലത്തെ സെറ്റപ്പ് വെക്കാനുള്ളൊരു സ്ഥലമൊക്കെ അവിടെ ഉണ്ട്. അതൊന്നും ചെയ്തിട്ടില്ല, അത് വിടാക്കാൻ അവരുടെ താല്പര്യം. ഇങ്ങേര് പറയുന്നുണ്ട് മേലാത്ത സമയത്ത് ഇങ്ങേര് പോയിട്ട് ചാല് കയറി ചെയ്യണമല്ലോ. അല്ലാതെ എല്ലാ പണിക്കും ഇപ്പോൾ അത് വീട് താനം തന്ന ആൾക്കാർ വന്നിട്ട് എന്ത് ചെയ്യും? പണിയെടുത്ത് തരും വീട്ടിൽ? ഒരിക്കലും ചെയ്യില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യണം. ആ ചെയ്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും വിളിച്ച് പറയുമ്പോഴാണ് ഈ അല്പത്തരം എന്നുള്ള സംഗതി നമുക്ക് ഫീൽ ആവുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു, ഇവർ ഈ കാണിക്കുന്ന പ്രശ്നങ്ങൾ വീടിൻ്റെത് ഉള്ളത് തന്നെയാണ്. ഓക്കെ, അതുള്ള വിഷയങ്ങളാണ്. പക്ഷെ അത് ഇവരെ ഹാൻഡിൽ ചെയ്ത രീതിയാണ് പാളിപ്പോയത്. മനസ്സിലായോ? അതായത് വീടിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സ്വയം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഇപ്പോൾ രേണുവിനുണ്ട്. അതിൻ്റെ കപ്പാസിറ്റിന് പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ മാന്യമായ രീതിയിൽ ഇതാരാണോ തന്നത് അയാളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അയാളത് ചെയ്തു തരാൻ അയാൾക്ക് മനസ്സുമുണ്ട്. പക്ഷെ അതിന് മാറി ഇതൊരു സോഷ്യൽ മീഡിയ കോണ്ടന്റ് ആയി മാറി. അത് വേണമെന്ന് പറഞ്ഞതാണോ വേണ്ട അത് ഈ കയ്യിൽ നിന്ന് ബൈ മിസ്റ്റേക്ക് പോയതാണോ എന്നുള്ളതൊക്കെ കാണുന്ന ഓഡിയൻസിന് മനസ്സിലാവുമല്ലോ. പെട്ടെന്ന് ചാടി കയറിയിട്ട് ഒരു മീഡിയക്കാരൻ വന്നിട്ട് ഒരിക്കലും നിങ്ങളുടെ വീട്ടിൽ ചോർച്ചയില്ലേ എന്ന് ചോദിക്കാൻ ഇത് മറ്റേ അബ്ബാസിൻ്റെ പരസ്യമൊന്നുമല്ലല്ലോ. കയറി ചെല്ലുമ്പോൾ തന്നെ ടോയ്ലറ്റ് തുറന്നു കൊടുത്തിട്ട് ഫ്ലഷിൽ മറ്റേ സാധനം അടിച്ച് വിടാൻ വേണ്ടിയിട്ട്. അമ്മ അത് സ്ക്രിപ്റ്റിംഗ് ആയിപ്പോയി സംഗതി. നിങ്ങളെ ടൂത്ത് പേസ്റ്റ് ലുപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ. അതല്ല, അതൊക്കെ മലയാളികൾ കുറേ പരസ്യത്തിൽ കണ്ട പരിപാടിയാണ്. അപ്പോൾ രേണുവിനോട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവർ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അവർ ഫുൾ ടൈം രേണുവിൻ്റെ വീട്ടിലായിരിക്കണം, അല്ലെങ്കിൽ രേണുവിനെ പ്രിപ്പയർ ചെയ്ത് വെച്ച് കൊടുത്ത ചോദ്യമായിരിക്കും. ഈ രണ്ടിലേതെങ്കിലും ഒന്നാണ്. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിലേക്ക് എടുത്തിട്ടത് തന്നെ രേണുവിൻ്റെ സൈഡിൽ നിന്ന് വന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ വീട്ടിൽ ജെന്യൂനായിട്ട് ഇഷ്യൂ ഉണ്ട്. ആ വീടിന് ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ട്. അതിൻ്റെ എന്താ പറയുക, ആളുകൾ കൊടുത്ത പൈസയ്ക്ക് അതിൻ്റെ പണി അതിൽ കയറിയിട്ടില്ല എന്നുള്ളതാണ് ആളുകളിലേക്ക് രേണുവിനെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ അത് മാന്യമായിട്ട് ചെയ്യേണ്ടിയിരുന്നു. അത് ചെയ്തില്ല. പിന്നെ ഓൾറെഡി നെഗിൽ നിൽക്കുന്ന എയറിൽ നിൽക്കുന്ന രേണു ഇനിയും ഒരു 1000 പ്രാവശ്യം ആളുകൾ പറഞ്ഞാലും എനിക്കൊരു ചുക്കും പറ്റില്ല എന്ന് പറയുന്ന രേണു ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നാട്ടുകാർക്ക് ഇത് ആദ്യം കാണിച്ചു കൊടുത്തില്ല. സ്വന്തമായി ചാനലുണ്ട്, ഈ ഇട്ട വീഡിയോ ആദ്യം ഇട്ടാൽ മതിയായിരുന്നു. ഞങ്ങളുടെ അവസ്ഥ അതാണ്. ഞങ്ങളിത് വെച്ച് തന്ന കൂട്ടായ്മയോട് വിളിച്ചു പറഞ്ഞു, അവർ തിരിഞ്ഞു നോക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കിത് ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരൻ എന്ത് ചെയ്യും?
ഇനിയും വന്ന് കുറേ പേര് സഹായിക്കും, ഇല്ലെങ്കിൽ അവർക്ക് അയച്ചു കൊടുത്തിട്ട് അവർ തന്നെ ഒന്ന് സഹായിക്കും. അതൊന്നുമല്ലല്ലോ നടന്ന്. ഇത് ഈ മേളത്തെ ഇങ്ങനെ ഈ 2 കൂര പോലെ പണിതിരിക്കുന്ന ഷോയും എല്ലാം നല്ലോണം വായു എല്ലാം കയറും. ഇവിടെ ഒരു ഗ്ലാസ് ഇട്ടിരുന്നെങ്കിൽ ഇവിടെ നിന്നുള്ള എറിച്ചിലകത്തോടെ അടിക്കത്തില്ല. ഈ ഓട് ഇട്ടിരിക്കുന്ന ഇത് മേളിൽ ഒരു വീതി, താഴെ വീതി കുറവ്. അപ്പോൾ അവിടെ നിന്ന് ഓടിട്ട് ഇവർ നേരെ കിടക്കണതാണ്. ഓടിട്ട് അവിടം വരെ വന്നപ്പോഴത്തേക്കും വീതി കുറഞ്ഞു വരുമ്പോൾ വെട്ടി ഓടിട്ട് അപ്പോൾ ഇടയ്ക്ക് പൊങ്ങി താന്ന് നിൽക്കുന്നത്. കാറ്റടിക്കുമ്പോൾ ഇതിൻ്റെ ഇടവഴിയെ ഓടിൻ്റെ ഇടവഴി പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് ഓടിൻ്റെ ഇടവഴി അതിനകത്ത് ആ മുറിയിലും വെള്ളം വീഴുന്നുണ്ട്. ഇപ്പം മഴയില്ലാത്ത കൊണ്ടാണ്. നല്ല മഴ വരുമ്പോൾ ഇങ്ങനെ അവിടെ ഒരു പൊട്ട് പോലെ ഇങ്ങനെ ഇത്രയും ഭാഗം ഈ ബീമിൻ്റെ അടി തൊട്ട് ഇവിടെ ഇങ്ങനെ ലീക്ക് വന്നിരിക്കുന്നത്. ഇവർ ഈ വെള്ളം കയറും എന്ന് മെയിനായിട്ട് പറഞ്ഞ സ്ഥലങ്ങളിൽ ഞാനിവിടെ സൈഡിൽ വീഡിയോ വയ്ക്കുന്നുണ്ട്. KHDECയുടെ ആളുകൾ തന്നെ ചെന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു ഗ്ലാസ് പോലത്തെ സെറ്റപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഗ്ലാസ് ഇട്ടത് കൊണ്ട് നാളെ ഇനി വായുസഞ്ചാരമില്ല, വെളിച്ചമകത്ത് കയറുന്നില്ല എന്നുള്ളത് പറയുന്നത് എനിക്ക് അറിയാൻ പാടില്ല. എന്താണെങ്കിൽ ആ സാധനം അവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ. അത് ആക്ച്വലി അവരെന്നെ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അത് ഗ്ലാസ് തന്നെ വെക്കണം എന്നുള്ള ആവശ്യമില്ല, മനസ്സിലായില്ലേ? അത് ഹാർഡ് പ്ലാസ്റ്റിക് പോലത്തെ സാധനങ്ങൾ വെട്ടിയിട്ട് അവിടെ വെക്കാനുള്ള സ്ഥലം കൊണ്ട് കൊണ്ടുപോയി വെക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പുമാണ്. ഇത് ഇവർക്ക് തന്നെ വിളിച്ച് ചെയ്യിക്കാത്ത പരിപാടിയൊന്നും അവർ ചെയ്തില്ല. ആണെങ്കിൽ ആ സാധനം അവർ ക്ലിയർ ചെയ്തിട്ടുണ്ട് സൈഡിൽ. അത് ഞാനിവിടെ സൈഡിൽ വെക്കാം. കമ്മിങ് ടു നെക്സ്റ്റ് പോയിന്റ്, നമുക്കല്ല ഞങ്ങളുടെ വീടല്ല ഈ കുഞ്ഞ്. ഈ 5 വയസ്സുകാരൻ്റെ കാര്യം ആര് പറയും? അവർ താമസിക്കേണ്ടതല്ലേ? അവനും കിച്ചും താമസിക്കേണ്ട വീടല്ലേ? കറുത്ത പാട് കാണുന്നത് എന്നാന്ന് പറഞ്ഞാൽ ഷേപ്പ് ഉൾപ്പെടെ വെള്ളം നനഞ്ഞ് ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോൺക്രീറ്റ്. ഇവിടം പോകാത്തതെന്ന് പറഞ്ഞാൽ ഷെയ്ഡ് ഇങ്ങനെ നിൽക്കുന്നു. ഷെയ്ഡിൻ്റെ തുമ്പ് തൊട്ട് പോകുമ്പം ഇവിടം പോകും. ഒരു വർഷം ഇനി തികയില്ല മൊത്തം പോകാനായിട്ട്. അതുപോലെ മേളിൽ പാരപ്പറ്റ് തൊട്ട് ഇളകി മൊത്തം മേളിൽ നിന്ന് പോയിട്ട് 2 പാളിയായിട്ട്, ഞാൻ ആ ഫ്രണ്ട് കൈ കൊണ്ട് കാണിച്ച പോലെ പാളിയായിട്ട് ഇതിരിക്കുക. കിച്ചുവിനെ പോലെ തന്നെ കിച്ചുവിന്റെ അതേ രീതിയിലുള്ളൊരു കുഞ്ഞാണ് ഋതപ്പനെ നിങ്ങൾ സംരക്ഷിക്കൂ. കിച്ചുവിന് 20 വയസ്സായി, അവൻ വലിയ കുട്ടിയായി. ഇളയ കുഞ്ഞ് 5 വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിച്ചോ, നിങ്ങൾ ഏറ്റെടുത്തോ. നിങ്ങൾ എന്നെ പറയുന്നത്, എന്റെ പപ്പായെ പറയുന്നത്, അമ്മയെ പറയുന്നത്, നിങ്ങൾ ഏറ്റെടുത്തോന്നേ. മനസ്സിലായി? ഉത്തരവാദിത്തപ്പെട്ടവർ ഏറ്റെടുത്തോ. കാരണം നിങ്ങൾ പറയുന്നത്, ഞാനൊരു കാര്യം ചോദിച്ചില്ല, ആ കുഞ്ഞിനെ ഇവിടെ തന്നെ ഈ വീട്ടിൽ എങ്ങനെ നിർത്താൻ പറ്റും? ഞങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്, ഞങ്ങൾ അഭയാർത്ഥികൾ, എന്റെ വീട്ടുകാർ ഇവിടെ കിടക്കുന്നത്. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങൾ ഒരാളും ആക്സെപ്റ്റ് ചെയ്യില്ല. മിണ്ടിയും പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ഋതപ്പനെ നിങ്ങൾ എടുത്തോ, കുഞ്ഞിനെ നിങ്ങൾ നോക്കി, നിങ്ങൾക്ക് ആ കുട്ടീനെ വേണ്ടേ? വയ്യേ നിനക്ക് വേണ്ടേ കുട്ടീനെ? എങ്ങനെ പറയാൻ തോന്നുന്നു? നാട്ടുകാരുള്ള ദേഷ്യത്തിനാണെന്നുണ്ടെങ്കിൽ സ്വന്തം മകനെ നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറയുന്ന ഒരു അമ്മേനെ ഞാൻ കണ്ടിട്ടില്ല ഈ അടുത്ത കാലത്തൊന്നും. കൂട്ടത്തിൽ ബാക്കിൽ ഇരുന്നിട്ട് ഡാഡി ഗിരിജ കൊണ്ടുപോയിക്കോ അയാൾക്ക് നോക്കാൻ വയ്യ. കാരണം ഇവരുടെ വീട്ടിൽ ആ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇവർ തന്നെ കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ ഇവർ പറയുന്നുണ്ട്, ഇവർ ഷൂട്ടിന് പോയ സമയത്ത് ആ ടൈമിൽ വീട്ടിൽ ഈ രേണുയുടെ അച്ഛനും ബാക്കി ടീംസും ഉള്ള സമയത്ത് ഈ ഋതപ്പൻ്റെ കഴുത്തിലൊരു വണ്ട് പോലെ എന്തോ സാധനം വന്ന് കടിച്ചു. അതിൻ്റെ മറ്റേ ചുണങ്ങ് പോലത്തെ സാധനമായി, എന്നിട്ട് ചൊറിയായി അവിടെ പൊട്ടിപ്പോയി. ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ ഷൂട്ടിലായിരുന്നു. ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇത് കണ്ട് ഞെട്ടിയിട്ട് എൻ്റെ അച്ഛനോടും അമ്മയോടും ചോദിച്ചു എന്നൊക്കെ രേണു തന്നെയാണ് പറഞ്ഞത് ഒരു ഇൻ്റർവ്യൂവിനകത്തിരുന്നിട്ട്. ഞാൻ ആ ചാനലിൽ ഇൻ്റർവ്യൂ വെക്കുന്നില്ല, നിങ്ങൾക്ക് തപ്പി നോക്കിയാൽ കിട്ടും. അപ്പോൾ സ്വന്തം അച്ഛനും അമ്മയും കുട്ടീനെ നോക്കുന്നില്ല എന്നുള്ള കാര്യം രേണു ആ ഇതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതായത് നമുക്കതാണ് മനസ്സിലാവുന്നത്. ആ കുട്ടിയും വന്ന് നിന്ന് പറയുന്നുണ്ട്, കുട്ടിക്കൊരു പ്രൈവസി ഉണ്ട്, മനസ്സിലായ? ഒരു കുട്ടിക്കൊരു പ്രൈവസി ഉണ്ട്. നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ വലിച്ചു കയറ്റി കുട്ടീനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞതപ്പ. അതിൽ ആങ്കർ ചോദിക്കുക ഈ കുട്ടീനോട്, അമ്മ തീ വെച്ച് പൊള്ളിച്ചോ? എന്ത് അവസ്ഥ? ഈ അമ്മ രേണു അമ്മ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് ബാക്കിയുള്ളവരുടെ മുന്നിൽ നിങ്ങളെ ന്യായം തെളിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കുട്ടീനെ കൊണ്ട് വന്നിട്ടല്ല സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് കുട്ടീനെ നോക്കാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ CWCനെ വിളിച്ച് പറ, സ്വയമേവ കുട്ടീനെ നോക്കാൻ പറ്റില്ല എന്നില്ല. ഇത് കാണുന്ന CWC ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ പോയി അന്വേഷിക്കും. ഇതെന്ത് പാട്? ഞാൻ എൻ്റെ കുട്ടികളെയും കൊണ്ട് തീർക്കും, ഞാൻ എൻ്റെ സ്വയം ജീവിതം അവസാനിപ്പിക്കും, ഞാൻ കുട്ടീനെയും കൊണ്ടുപോയിട്ട് സ്വയം ജീവിതം അവസാനിപ്പിക്കും, എനിക്ക് കുട്ടീനെ നോക്കണ്ട, നിങ്ങൾ നോക്കിക്കോ, കമൻറ്റ് ഇടുന്നവർ നോക്കിക്കോ, വീഡിയോ ഇടുന്നവർ നോക്കിക്കോ. അത് ശരി, ഇത് കൊള്ളാലത് പരിപാടി. ഇത് ഈ 2 മീറ്റർ മേലുള്ള ഇത് അടിയിലൊന്നും ഇല്ലാതെ ചുമ്മാ കട്ട കെട്ട് പിടിച്ചാൽ നിൽക്കുമോ? ഏത് മനുഷ്യനാണ് അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? നമ്മളില്ലെങ്കിൽ മതിലില്ലെങ്കിൽ വേണ്ട, മതിൽ കിട്ടുന്നില്ല എന്നല്ലേ വയ്ക്കത്തുള്ളൂ. നമുക്കിപ്പോൾ അന്ന് അവർ വീട് മാത്രം വെച്ച് തന്നിട്ടുള്ളതെങ്കിൽ ഞങ്ങൾ ഈ മതിലിൻ്റെ കാര്യം മിണ്ടത്തില്ല. നമ്മളെ കൊണ്ട് ഇനിയിപ്പോൾ ഇത്ര അവർ ചെയ്യുന്നുള്ളൂ, ഞങ്ങൾ ബാക്കി ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ കിടക്കട്ടെ എന്ന് വയ്ക്കും. അപ്പോൾ അത് ചെയ്തു തരുമ്പോൾ ഒരു മനസാക്ഷിക്ക് ഒക്കെ വേണ്ട പെരുമാറും. ഇതൊന്നും ഞങ്ങൾ കാണിക്കത്തും പറയത്തുമില്ലായിരുന്നു. മതിൽ പൊളിഞ്ഞതൊക്കെ കണ്ടു, മതിൽ കെട്ടിയ രീതിയും പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ചുറ്റും എന്താ ജുറാസിക് പാർക്കിൻ്റെ സെറ്റ് ഇട്ടിരിക്കുക, ആമസോൺ കാർഡ് പോലെ ഉണ്ട്.
ഒരു വീടിൻ്റെ മതിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നോക്കാത്തവൻ വരെ സ്വന്തം വീടിൻ്റെ മതിലിൻ്റെ ചുറ്റും ഇത്രയും കാടും പടലും ഉണ്ടെന്ന് നീ വെട്ടിക്കളയില്ലേ ഇല്ലേ? അതുപോലും ചെയ്തിട്ടില്ല. അത് 6 മാസം മുമ്പ് വെട്ടി പിന്നെ വളർന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഓൾറെഡി ഇത് വളർന്നിരിക്കുന്ന കോലം കണ്ടിട്ട് അത് ഒരു കൊല്ലമായിട്ട് ആ വീട് വെച്ച അന്ന് മുതൽ പിന്നെ ആ സാധനം വെട്ടിയിട്ടില്ല. ഇങ്ങനൊരവസ്ഥയിൽ കുട്ടികളടക്കമുള്ള സ്ഥലത്താണ് ഇവർ ഈ കാടും പൊന്തിയും അതിൻ്റെ സൈഡിലും ബാക്കിലൊക്കെ ഉള്ളത്. എല്ലാ പാമ്പോ വഴുതാരം ഉണ്ടെന്നുണ്ടെങ്കിലുള്ള അവസ്ഥ എന്താ? പിന്നെ ഈ മതിൽ പൊളിഞ്ഞ സംഗതി, ഇതുകൊണ്ടും പൊളിയാം. ഒരു മതിലിൻ്റെ മുകളിൽ മൊത്തത്തിൽ കാടും പടലും കേറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വേറെ ഇറങ്ങിയ സാധനം പൊളിഞ്ഞ് താഴെ ചാടൂല. ഇത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും കൂടി നിങ്ങളെ ബാധ്യതയാണ്. മനസ്സിലായോ? നിങ്ങളത് ഉണ്ടാക്കിയതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്തതിൻ്റെ ക്വാളിറ്റി കൂടി നിങ്ങൾ പറയണ്ടേ? അതൊന്നും ഇവർ പറയുന്നില്ല. ഇവരിതിങ്ങനെ അന്നാ പിടിച്ചോന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. മേളിൽ ഈ പാരപ്പറ്റിൻ്റെ അവിടെ 2 സൈഡും ഇങ്ങനെ കെട്ടിയിട്ട് മേളിൽ തേച്ച് ഇത് മുഴുവൻ പോയിട്ട് 2 സൈഡും വിള്ളൽ ഞാൻ ആ സിറ്റൗട്ടിനവിടെ ഞാൻ പൊളിച്ച് കാണിക്കുന്ന പോലെ നിൽക്കുകയാണ് ഈ ഭിത്തിയുടെ ഇവിടെ. അപ്പോൾ ഈ അടിഭാഗം പോകാത്തതെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ വെള്ളം ഇറങ്ങി കഴിയുമ്പോഴേ അത് പോകത്തുള്ളൂ. കുറച്ച് ദിവസം കഴിയുമ്പോൾ ബാക്കി ഒഴുകുന്ന ഭാഗം പോകുന്നുണ്ട്. അങ്ങനെ ഇത് മൊത്തം പോകുന്നേ പറഞ്ഞുള്ളൂ. അതിനെന്താ മാർഗ്ഗം എന്താ വെച്ചാൽ ഞങ്ങളെ കൊണ്ട് ഒരു നിവൃത്തിയില്ല. പിന്നെ ഇവിടെ താമസിക്കുക വേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യുമ്പോൾ ഞങ്ങളത് ചെയ്തോളാം, അതിന് കുഴപ്പമില്ല. പക്ഷേ ഇത്തരം കാര്യം ഞാൻ പറഞ്ഞത് സത്യസന്ധ കാര്യമാണ്, വോയിസ് അല്ല, കാണിച്ചിട്ടാണ് പറയുന്നത് കൂടെ ജനങ്ങളൊന്ന് മനസ്സിലാക്കണം. അകത്ത് തുണി കിടന്നത് ആക്ഷേപമുള്ള നാട്ടുകാർ ഈ പുറം ഇതുപോലെ ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ അതിനെന്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യും? അകത്തെ തുണിയും അകത്തെ വൃത്തിയില്ലായ്മേനെയും കുറിച്ച് പറഞ്ഞവർ തന്നെ ഇനി പുറത്തെ ഈ കാടും പടലും കാണുന്ന സമയത്ത് നിങ്ങളോട് പറയും. പിന്നെ ഇതേപോലെ പോയി ഓടിപ്പിടിച്ച് വീണ്ടും മാന്തി പൊളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നാട്ടുകാർ ഇനി അതിനും പറയില്ലേ, എന്താ ഇതിൻ്റെ നല്ല കാര്യമുണ്ട്, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഒന്ന്. ഇനി അടുത്തത് ഈ ഫിറോസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫിറോസ് ആ വീഡിയോയിൽ അത് ഞാൻ സമ്മതിച്ചു, അയാൾ ആക്സെപ്റ്റ് ചെയ്തു ഏത് ക്വാളിറ്റിയിൽ പ്രശ്നങ്ങളുണ്ടെന്നും ആ സ്ഥലത്ത് അതല്ല ചെയ്യേണ്ടത്. പ്ലാസ്റ്ററിങ് പോലത്തെ ജിപ്സം പ്ലാസ്റ്ററാണ് അടിച്ചിട്ടുള്ളത് തേപ്പിന് പകരം. ആ ചെയ്തത് സീനാണ് എന്നുള്ളതും പിന്നെ അതിൻ്റെ ഡിസൈനിൽ ഫ്ലോ ഉണ്ട് എന്നുള്ളതും ഡിസൈൻ ആ ടെറൈൻ ആ ഭൂമിക്ക് പറ്റിയൊരു ഡിസൈൻ അല്ല എന്നുള്ളതും പറഞ്ഞ് അയാൾ എന്ത് ചെയ്തു, വളരെ മാന്യമായിട്ട് അയാളുടെ മിസ്റ്റേക്ക് ആക്സെപ്റ്റ് ചെയ്ത് സോറി പറഞ്ഞിട്ടുണ്ട്. കൊല്ലം സുധിയുടെ വീടിൻ്റെ പാച്ച് വർക്കുമായിട്ട് അല്ലെങ്കിൽ അതിന് അവർ കാണിച്ച ഔട്ട്സൈഡ് ഇഷ്യൂസുമായിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്, അത് അവർ പൊളിക്കുന്നുണ്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് എൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു അവിടെ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനാണ് ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്തത്. അല്ല, അവിടുത്തെ ഞാൻ പറഞ്ഞില്ല, അവിടുത്തെ പല കാര്യങ്ങളും ഈവൻ പടവ് കൊച്ചു സുധി എന്ന് പറഞ്ഞിട്ട് മഞ്ചേരിയിൽ ഒരാൾ വന്നിട്ടാണ് ചെയ്തത്. അതേപോലെ ജിപ്സം പ്ലാസ്റ്ററിങ് നമ്മളൊരു സുഹൃത്ത് ചെയ്തതാണ്, ഡോറ് വേറെ ആൾ വെച്ച് തന്നാണ്. അവിടുത്തെ ടൈൽ വർക്ക് ഷെറിൻ ഷാ എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ KFTU എന്ന് പറയുന്ന ഒരു സംഘടന ചെയ്തു തന്നാണ്. ഇതൊക്കെ സൗജന്യമായിട്ട് ചെയ്തതാണ്. പക്ഷെ അതിനകത്ത് എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും എനിക്ക് അവരെ ബ്ലെയിം ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ ഞാനാണ്. എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു അത് ജിപ്സം പ്ലാസ്റ്ററിങ് ഔട്ട്സൈഡിൽ ചില സ്ഥലങ്ങളെ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ, മാക്സിമം ഞങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ കൂടെയും അവിടെ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും അതേപോലെ ആ മിസ്റ്റേക്കിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞാൻ സ്വയം ഏറ്റെടുക്കുന്നു. അത് ഒരു അബദ്ധമായിട്ട് ചെയ്തതാണ് അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്കാണ് എന്നുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഞാൻ സുധിയുടെ കുടുംബത്തോട് ഞാനതിൽ ക്ഷമ ചോദിക്കുന്നു. പുറത്ത് ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്തത് ചെയ്യാൻ പാടില്ലാത്ത ഒന്നായിരുന്നു. പിന്നെ രണ്ടാമത്തത് മതിലിൻ്റെ കാര്യം ഞങ്ങൾ മതിൽ കെട്ടാൻ ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ 6 അടിയോളം ഉയരത്തിലാണ് ആ വീടിൻ്റെ പ്ലോട്ടും തൊട്ടടുത്ത പ്ലോട്ടും നിൽക്കുന്നത്. അവിടെ ഞങ്ങൾ ആ ഒരു മതിൽ പോലും കെട്ടിയില്ലായിരുന്നെങ്കിൽ ഈ മഴയത്ത് ഒരു പക്ഷേ ആ വീടും ആ സ്ഥലവും ഒലിച്ചു പോകുമായിരുന്നു. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടാൽ അറിയാം, 6 അടി ഉയരത്തിലാണ് അവരെ പ്ലോട്ട് നിൽക്കുന്നത്. ഡിസൈനിലെ മിസ്റ്റേക്ക് അതും എൻ്റെ മിസ്റ്റേക്കാണ്, ഞാനല്ല ഡിസൈൻ ചെയ്തത്. പക്ഷേ അതും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അത് ആസ് എന്താ പറയുക, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോർഡിനേറ്റർ അല്ലെങ്കിൽ ഇത് നോക്കി നടത്തുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അത് എൻ്റെ മിസ്റ്റേക്കാണ്, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, മിസ്റ്റേക്കുകളൊക്കെ മാന്യമായിട്ട് ഫിറോസ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഫിറോസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. ഈ ഡിസൈൻ ഫിറോസിൻ്റെ അല്ല എന്നാണ് ഡിസൈൻ ഫിറോസ് പറയുന്നത്. പിന്നെ ഫിറോസ് ഓൾറെഡി കുറേ വീട് വെച്ചു കൊടുത്ത് അങ്ങനെ ഒരു റെപ്യൂട്ടേഷനുള്ള അത്യാവശ്യം നല്ല രീതിയിൽ ഹിസ്റ്ററി ഉള്ള ഒരാളാണ്. അതായത് വീടുകൾ ചെയ്ത് ഹിസ്റ്ററി ഉള്ള ഒരാളാണ്. ഈ വർക്ക് കുറച്ചധികം കാലമായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനത്തെ ഒരു ഡിസൈൻ ഫോൾട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ അതൊരു അബദ്ധം പറ്റിയെന്ന് പറയുമ്പോൾ അത് എഗെയിൻ നിങ്ങളുടെ വർക്കിൻ്റെ ക്രെഡിബിലിറ്റിയിലേക്ക് സാധനങ്ങൾ സ്വയം വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാവും.
നിങ്ങൾ ഈ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ വീഡിയോനകത്ത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ സോറി പറഞ്ഞ സുധീൻ്റെ കുടുംബത്തിനോട് പറഞ്ഞത് ആക്സെപ്റ്റഡ്. അതങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ ആരും ഈ ഒരു സാഹചര്യത്തിൽ റെഡി ആവില്ല. കാരണം ഇപ്പോൾ അവിടെ കംപ്ലീറ്റ്ലി എയറിലാണല്ലോ. സുധീൻ ഈ പറഞ്ഞ സുധിയായിപ്പോയി. രേണുവിൻ്റെ ഫാദറൊക്കെ എയറിലാണ്. അപ്പോൾ ഈ സമയത്ത് ഫിറോസിന് ഈ കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് ഫിറോസിൻ്റെ സൈഡിലേക്ക് ആരും പോയിന്റ് ചെയ്യുന്നില്ല ഫിംഗർ. ഓക്കെ, പക്ഷെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പോയിന്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്. അവർ കാണിച്ച വീഡിയോനകത്ത് കൃത്യമായ പ്രശ്നങ്ങൾ ആ വീടിനുണ്ട്. അത് ആക്സെപ്റ്റ് ഫിറോസ് ചെയ്യുന്നുമുണ്ട്. പിന്നെ ഫിറോസ് പറഞ്ഞത് ഈ ഡിസൈൻ എൻ്റെതല്ല എന്ന് പറയുമ്പോൾ ഫിറോസ് തന്നെ പറഞ്ഞ വേറൊരു വീഡിയോ അവിടെ വയ്ക്കാം. ഇത് നമ്മൾ ചെയ്യുന്ന 6ാമത്തെ വീടാണിത്. അപ്പോൾ ആരെ ആകർഷിക്കുന്ന ഒരു രൂപഘടനയാണ് വീടിനുള്ളത്. അതിന്റെ എലിവേഷന്റെ ഒരു ഡിസൈൻ എങ്ങനെയാണ്? ഇത് എലിവേഷനും പ്ലാനും എന്ന് പറഞ്ഞാൽ എൻ്റെ തന്നെ സ്ഥാപനമായ KHDC എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിലിട്ടിട്ട് ഒരുപാട് ആൾക്കാരുടെ വിദഗ്ധരുടെ അഭിപ്രായം സ്വീകരിച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. ഇത് പ്ലാനൊക്കെ ഒരു 4-5 തവണ നമ്മൾ റിവേഴ്സ് ചെയ്തിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. അപ്പം വീടിന്റെ എലിവേഷനിൽ 2 തട്ടുകളായിട്ട് ട്രസ് ചെയ്തിട്ട് സെറാമിക് ഓട് വിരിച്ചിരിക്കുകയാണ്. ഫിറോസ്, നിങ്ങൾ തന്നെയാണ് സ്വപ്ന വീട് എന്ന് പറഞ്ഞ മനോരമ ഓൺലൈനിൽ പറഞ്ഞത് ഇത് നിങ്ങളുടെ കമ്പനി തന്നെ ഡിസൈൻ ചെയ്തതാണ് ആ വീടിൻ്റെ ഡിസൈൻ. എന്നിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വാട്സാപ്പ് കൂട്ടായ്മയിലേക്ക് ഇട്ട് അതിൽ എക്സ്പേർട്സ് കുറേ വട്ടം അത് എക്സാമിൻ ചെയ്ത് കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ആ ഒരു ഡിസൈൻ സെലക്ട് ചെയ്തത്. സോ അവിടെ നിങ്ങൾ ഫെയിലായി. ആ ഫെയിലായതിന് നിങ്ങൾ സോറി പറഞ്ഞ് മാപ്പ് പറഞ്ഞ് എല്ലാം ഫൈൻ. പക്ഷെ നിങ്ങളവിടെ ഫെയിലായി എന്നും നിങ്ങളുടെ ഡിസൈനിന് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതും അവർ പറയുന്നതിൽ കാര്യമുണ്ട്, കുറച്ചൊക്കെ തള്ളും കുറച്ചൊക്കെ കാര്യമുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ ഇപ്പോൾ പൊതുജനത്തിനോട് വിളിച്ചു പറയുന്ന ഒരവസ്ഥയായി അല്ലേ. ഞാൻ വീഡിയോ ഒരുപാട് പേര് ചെയ്ത് കണ്ടു. ഞാനും രേണുവിൻ്റെ ഈ വിഷയത്തിൽ വീഡിയോ ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. പക്ഷെ കംപ്ലീറ്റ്ലി അവർ പറയുന്ന കാര്യങ്ങൾ നെഗ്ലക്റ്റ് ചെയ്ത് കംപ്ലീറ്റ്ലി അതങ്ങനെയല്ല എന്നുള്ളൊരു ഹെയ്റ്റ് രേണുവിന് എത്തിച്ചതിൽ നമുക്കൊരു പങ്കുണ്ട്. അപ്പോൾ ഞാനടക്കമുള്ള ഒരു പങ്കുണ്ട്. പക്ഷേ ഒരു സൈഡിൽ നോക്കുമ്പോൾ നിങ്ങൾ ഇത് കാണാതെ പോകരുത്, വീഡിയോ ചെയ്യുന്ന ആരും കമൻ്റ് ഇടുന്ന ആരും. കാരണം ഓൾറെഡി ഫിറോസിന് മനസ്സിലായിട്ടുണ്ട് അവരുടെ വർക്കിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. ഫിറോസ് പറഞ്ഞതിൽ വ്യത്യാസമുണ്ട്. ഡിസൈനും ഫിറോസിൻ്റെ ടീം തന്നെയാണ് ചെയ്തതെന്നാണ് ആദ്യം ഫിറോസ് പറഞ്ഞത്. ഇപ്പോൾ ഫിറോസ് അത് എൻടോസ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല. ഈ വീഡിയോയിൽ ഫിറോസ് അങ്ങനെയല്ല പറഞ്ഞത്, അത് എൻടോസ് ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനത്തെ വിഷയങ്ങൾ കുറച്ച് കാര്യങ്ങൾ വീടിൻ്റെ കാര്യത്തിൽ എൻ്റെ ശ്രദ്ധയിൽ പെട്ടു. അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു. ഇനി താജ് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത് ഈ പൈസ ഫണ്ട് വന്നൊരു സീനുണ്ട്. രേണുവിൻ്റെ ഫോണിൽ നിന്ന് രേണുവിന് അയച്ചു കൊടുത്തതല്ല, സുധിക്ക് അയച്ചു കൊടുത്തതാണ്. ബട്ട് ബേസിക്കലി ദാറ്റ് ഫണ്ട് ഗോസ് ടു രേണു കുട്ടികൾ അല്ലേ. സുധി മരിച്ചതിന് ശേഷവും സുധിയുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് അയച്ചു കൊടുത്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഇപ്പോൾ വന്നതാണ് നോക്കി, ഇത് കണ്ടോ, അതുകൊണ്ടോ പൈസ ഈ ഇട്ട് കൊടുത്തത് സുധിയുടെ അക്കൗണ്ടിൽ തന്നെ. സുധി മരിച്ചു കഴിഞ്ഞും സുധിയുടെ അക്കൗണ്ടിലേക്ക് പൈസ പോയതിന്റെ തെളിവ്. അതുകൊണ്ട് നോക്കിയാണ്ടോ, അതുകൊണ്ട് കണ്ടോ, നോക്കി മരിച്ചു കഴിഞ്ഞു അക്കൗണ്ട് മേപ്പോട്ട് സ്ക്രോൾ ചെയ്താൽ മതി. ജൂൺ 2023 എനിക്ക് ഓരോരുത്തർ അയച്ചു തന്നോണ്ടിരിക്കുക മിക്ക ക്യാഷ് ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത്. ഇതേപോലെ പല തെളിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് റെക്കോർഡ്, അതേപോലെ ഫോട്ടോസ്, ചാറ്റ് ലിസ്റ്റ്, പല കാര്യങ്ങളും ഇദ്ദേഹത്തിന്റെ പക്കൽ ഇപ്പം. കാരണം എനിക്ക് ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടോ, സുധി എന്നാണ് സുധി. പിന്നെ അതുപോലെ സുധിയുടെ മകന് പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സുധിയുടെ മകന് ഇത് ഓരോരുത്തരും എനിക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇപ്പോൾ വന്നാ കണ്ടോ, ഇങ്ങനെ ഓരോരുത്തരും നമുക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കുക ഓരോ കാര്യങ്ങൾ. കാരണം എൻ്റെ പേര് ഇന്നലെ പിന്നെ രേണുവിൻ്റെ പപ്പ പറഞ്ഞതിന് ശേഷം എനിക്ക് ഒരുപാട് തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ എനിക്കും കൂടെ ഓരോരുത്തർ അയച്ചു തന്നുകൊണ്ടിരിക്കും. ഒരുപാട് അവർ ഒരുപാട് പൈസകൾ മേടിച്ചാണ് ഇവർ, ഒരുപാട് പൈസകൾ മേടിച്ചാൽ. ഇനി ഞാൻ 1 രൂപയായിട്ട് അവർക്ക് പൈസ ആയിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. ഇണങ്ങിയവൻ പിണങ്ങുമ്പോഴും പിണങ്ങിയവൻ ഇണങ്ങുമ്പോഴും സൂക്ഷിക്കണമെന്നാണ് രേണുവിൻ്റെ പപ്പ, രേണുവിൻ്റെ ചേച്ചി ഇവരൊക്കെ പറഞ്ഞത് മൊത്തവും എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. ഇയാൾ പറഞ്ഞ ലാസ്റ്റത്തെ വാക്കാണ് എന്നെ ഇയാളുടെ എല്ലാ ഇൻ്റർവ്യൂസും കാണാൻ പ്രേരിപ്പിച്ചത്. ഇണങ്ങിയവൻ പിണങ്ങിയാലും പിണങ്ങിയവൻ ഇണങ്ങിയാലും അത് പ്രശ്നമാണെന്നുള്ളത്. ഇയാൾ സുധിയുടെ കുടുംബമായിട്ട് ഇണങ്ങി നിന്നൊരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ അയാൾ ഇൻഡയറക്റ്റ്ലി രേണുവിൻ്റെ ഫാദറിനോടും പറയുകയാണ്, ഞാൻ നിങ്ങളായിട്ട് ഇണങ്ങി നിന്നവനാണ്, എന്നെ പിണക്കിയാൽ വിഷയമാണ്. ആ വിഷയം എന്താണെന്നുള്ളതാണ് ഇയാളുടെ ഫോണിൽ ഇയാളെ ഇൻ്റർവ്യൂവിൽ കാണിച്ചു കൊടുത്തത്. സുധി മരിച്ച സമയത്ത് സുധിയുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സുധീനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ സുധിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്ത പൈസ. ആ പൈസേൻ്റെ ഓഡിറ്റ് എന്ത് ഏതെന്നുള്ളത് ഇട്ട് കൊടുത്തവർ അന്വേഷിച്ചാൽ മതി.
നമ്പർ 1. ഞാൻ പൈസ ഇട്ട് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാനത് അന്വേഷിക്കേണ്ട കാര്യം. പക്ഷെ ഇട്ട് കൊടുത്തവർ അത് അന്വേഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഉത്തരം കൊടുക്കേണ്ടത് രേണുവാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഇതിനകത്തൊരു വിഷയം കിടക്കുന്നുണ്ട്. അപ്പം എന്നെ ഒരു വ്യക്തി കുറച്ച് ദിവസം മുന്നേ വിളിച്ചിട്ട് പറഞ്ഞു, സുധിയും രേണുവും, അതായത് സുധി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ രേണുവും സുധിയും അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ രേണു ആ വ്യക്തിനെ വിളിച്ച് പൈസ ചോദിച്ചിട്ട് ആ വ്യക്തി ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നു എന്നുള്ളത്. ഇത് ഞാൻ എന്തിനു പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ ഓൺലൈൻ ചാനലുകൾ ചോദിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു. രേണു ബിഗ് ബോസിൽ പോയാൽ രേണുവിൻ്റെ ലൈഫ് സീനാണ്, ലൈഫിന് ഭയങ്കര ഇപ്പോഴേ ബാഡാണ്, ഇനി അതൊരു ബാഡെന്ന് വേഴ്സ്റ്റിക്ക് പോകുന്നത്. കാരണം ഇവർക്ക് ഒരുപാട് ബാക്ക് സ്റ്റോറീസ് ഉണ്ട്. ഇപ്പോഴും സുധി എന്ന് പറഞ്ഞ വ്യക്തിയുടെ പാസ്റ്റ് ഒരു മിസ്റ്ററിയാണ്. ഓക്കെ, കുറേ നിഗൂഢതകളുണ്ട്. രേണുവിനും ഈക്വൽ ആസ് സുധിയാണ് നിഗൂഢതകളുണ്ട്. കുറേ കാര്യങ്ങളൊന്നും ആരും പുറത്ത് പറഞ്ഞിട്ടില്ല. ഈ സുധിയുടെ ക്ലോസ് ഫ്രണ്ട് സർക്കിൾ വായ തുറക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മരിച്ചുപോയ സുധി ഇത്രയും നല്ല കലാകാരൻ, അയ്യോ മരിച്ചല്ലോ എന്നുള്ള സെൻറ്റിമെൻറ്റ്സ്, പാവം എന്നുള്ള സെൻറ്റിമെൻറ്റ്സ് ഒക്കെ മാറിക്കിട്ടും. ജീവിച്ചിരുന്ന കാലത്ത് കള്ളും കുടിച്ച് ബാക്കി പരിപാടികളും ചെയ്ത് കിട്ടുന്ന കാശ് ദൂർത്തടിച്ച് കളഞ്ഞ് ജീവിച്ച ഒരു സുധി എന്ന് പറഞ്ഞൊരു ഫേസ് സുധിക്കുണ്ട്. ഓരോ വ്യക്തികളിൽ നിന്നും കടം വാങ്ങി തിരിച്ചു കൊടുക്കാത്ത സുധിയുടെ ഒരു മുഖമുണ്ട്. മനസ്സിലായോ? മരിക്കുമ്പോൾ എല്ലാവരുടെയും ആ ഫേസുകളൊക്കെ പോകും. എല്ലാവർക്കും എന്താണ് ഒരു സെൻറ്റിമെൻറ്റ്സിൻ്റെ ഫേസ് വരും. പക്ഷെ രേണു എന്ന് പറഞ്ഞ വ്യക്തി സോഷ്യൽ മീഡിയ വഴി ആ സഹതാപം, സ്നേഹം എന്ന് പറഞ്ഞ സാധനത്തിനാണ് ഇപ്പം എന്ത് ചെയ്തിട്ടുള്ളത്, വെട്ടുവെച്ചിട്ടുള്ളത്. ഞാൻ അതുകൊണ്ടാണ് എന്നെ കണ്ടിന്യൂസ്ലി എല്ലാ വീഡിയോസിലും പറഞ്ഞുകൊണ്ടിരുന്നത്, രേണു ഈസ് എൻ ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റ് നോ. നിങ്ങൾക്ക് ജീവിക്കാനുള്ള വക നിങ്ങൾക്ക് മുന്നോട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങളുടെ ഫെയിം മിൽക്കേണ്ട കാര്യം ഇപ്പം നിങ്ങൾക്കില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് സ്വന്തമായ ചാനലുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ കണ്ടന്റ് ഇട്ട് പോയാലും നിങ്ങൾക്ക് ഈ ഓൺലൈൻ മീഡിയയിൽ നിന്ന് തരുന്നേക്കാ പൈസ നിങ്ങൾക്ക് അതിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് റവന്യൂ വരും. നിങ്ങൾക്ക് അങ്ങനെ മുന്നോട്ട് പോയാൽ മതി. നിങ്ങളൊരു ലൈന് വരച്ചിട്ട് ഓൺലൈൻ മീഡിയാസിനോട് നോ പറയുന്ന സമയമായിട്ടുണ്ട് എന്നൊക്കെ. പക്ഷെ വെരി അൺഫോർച്ചുനേറ്റ്ലി സെൽഫ് പി ആറിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ, അതായത് മാടമ്പള്ളിയിലെ മറ്റേ മാനസിക രോഗി ഞാൻ തന്നെ എന്ന് പറഞ്ഞിട്ട് ഓടിക്കയറി എല്ലായിടത്തും കയറിയിട്ട് എന്തും വിളിച്ച് പറയും, ഞാൻ എൻ്റെ ലൈഫ് തുറന്ന പുസ്തകമാണ്, അയ്യോ ഞാനെന്താ, ഞാനൊരു മണ്ടത്തി, ഞാനെല്ലാം എന്ന് പറഞ്ഞുള്ളൊരു അങ്ങനത്തെ ഒരു ഇമേജ് ഉണ്ടാക്കാൻ നോക്കിയോട് കൂടിയിട്ട് പണിപാളി. മനസ്സിലായില്ലേ? അപ്പോൾ തന്നെയാണ് ബിഗ് ബോസ് പോയാലും നടക്കാൻ പോകുന്നത്. ഞാൻ നിങ്ങളോട് പറയാം, ഓൺലൈൻ മീഡിയാസിൽ നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പുറത്ത് വന്നിട്ടുണ്ടോ? രേണു പറഞ്ഞ കാര്യങ്ങൾ ഇല്ല. നിങ്ങൾ ബിഗ് ബോസ് കയറുമ്പോഴായിരിക്കും നിങ്ങൾ പുറത്ത് വിടണ്ട എന്ന് പറഞ്ഞതും, നിങ്ങൾ അബദ്ധവശാൽ പറഞ്ഞതും, നിങ്ങളെ കുറേ ക്ലിപ്പുകൾ എടുത്തു വെച്ചതൊക്കെ ഉമ്മാരെടുത്ത് പുറത്തിട്ട് എന്ത് ചെയ്യും? പാസ്റ്റിലുള്ള കുറേ സാധനങ്ങൾ ആൾക്കാർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ കണ്ടു, ഈ സുധി രണ്ടാമത്തെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് ദീന എന്ന് പറഞ്ഞൊരു ലേഡി ക്ലെയിം ചെയ്തിട്ട് അവർ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്, അത് വേറെ കണ്ടന്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ സുധി, രേണു ബിഗ് ബോസ് കയറി രേണുവിൻ്റെ പാസ്റ്റ് മാത്രമല്ല പുറത്ത് വരാൻ പോകുന്നത്, സുധിയുടെ പാസ്റ്റ്, നിങ്ങൾ രണ്ടുപേരും കൂടി ഉള്ളപ്പോൾ നിങ്ങളുടെ പാസ്റ്റ്. അപ്പോൾ അതൊക്കെ ഭയങ്കര ബാഡായിട്ട് തന്നെയാണ് അവരുടെ പേഴ്സണൽ ലൈഫിൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നുള്ളൂ. ആ കാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്യാതെ നിങ്ങൾ ഒരിക്കലും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകരുതെന്നുള്ള റിക്വസ്റ്റ് മാത്രമേ എനിക്ക് രേണുവിനോട് പറയാനുള്ളൂ. അടുത്തത്, ഈ താജ് എന്ന് പറഞ്ഞ വ്യക്തി കിച്ചുവിനെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. താമസമായിട്ടിരിക്കുന്നു, വിഷയങ്ങളൊക്കെ ഒന്നും അറിയുന്നില്ലേ? മോനെ നമ്മൾ ചെയ്ത ഉപകാരങ്ങളൊക്കെ മോൻ അറിയാമല്ലോ. മോനെ മരിച്ചതിന്റെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിലും ഞാനൊരു വീഡിയോ എടുക്കാനോ എന്തേലും ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇല്ല. ഞാൻ ഒരു ചാനലുകാരെ കൊണ്ടുവരികയോ, കാരണം നമുക്ക് അതിന്റെ പബ്ലിസിറ്റിക്ക് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. പപ്പാജി അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ ഉള്ള കാര്യം അറിയാമല്ലോ ഞാൻ സഹായിച്ചത്. അറിയാം. അപ്പൊ നമ്മളെപ്പോഴും മരിച്ചു കഴിഞ്ഞ ഒരാളെ കാണാൻ വരിക എന്ന് പറഞ്ഞാൽ അത് ജീവനോടിരിക്കുന്നവരെ കാണാനാ. പിന്നെ മോനെ കണ്ടപ്പോഴാണെങ്കിലും ഞാൻ പറഞ്ഞു മുടിയൊക്കെ വെട്ടണം, നല്ല പഠിക്കണം. നീ മോനെ അച്ഛൻ സംസാരിക്കുന്ന പോലെ വലുതായിട്ട് സംസാരിക്കത്തില്ല, ഒരു ഇതുണ്ട്. അമ്മ ചോരുന്നു എന്ന് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു ശരിക്കും. അതെ അതെ, ഇപ്പൊ മാറ്റി, ഇന്നലെ അത് മാറ്റി. മോനും മോന്റെ അനിയനും തന്ന വീടല്ലേ അത്. അത് മോൻ വന്ന് ചാനലിൽ പറയണം. ആന്നു മോന്റെ അതിന്റെ അത് മോനുള്ളതാ. മോനും മോന്റെ അനിയനും അല്ലാതെ ലോകത്തിൽ ആർക്കും ഇതിന്റെ അകത്ത് അവകാശമില്ല. അച്ഛൻ അപകടം പറ്റി മരിച്ചു, അതിന്റെ ഇൻഷുറൻസ് എമൗണ്ട് തുക കിട്ടും. ആ തുക കിട്ടുമ്പോഴും അതിന് ആ തുക വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ സർക്കാരിൽ നിന്നും ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് വാങ്ങണം. അത് മോൻ ചെയ്യണം. ഞാനത് പറഞ്ഞുതരാം അതിന് എന്തൊക്കെ വേണമെന്നുള്ളത് കേട്ടോ. ആ ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ ആർക്കൊക്കെ അതിൻ്റെ അകത്ത് അവകാശം ഉണ്ടെന്നറിയോ? മോൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്ക്,
മോൻ അച്ഛൻ്റെ അമ്മ, അതുപോലെ തന്നെ പിന്നെ രേഷ്മ തങ്കച്ചൻ ഒഫീഷ്യൽ നെയിം. അതുപോലെ തന്നെ മോൻ്റെ അനിയൻ 18 വയസ്സ് വരെ ആകുന്നതിന് വരെ ഇപ്പം തന്നെ 1 കോടി രൂപ കിട്ടുവാണെങ്കിൽ അത് ഇത്രയും പേർക്കും തുല്യമായിട്ട് വീതിച്ചിട്ട് അതിൻ്റെ ഏറ്റവും ഇളയ മോന് ആ 18 വയസ്സ് വരെ ആയിക്കഴിഞ്ഞാൽ പൈസ ആ മോൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ രേണുവിന് ഒരാൾ 1000 രൂപ അയച്ചു കൊടുത്താൽ അത് ആ 1000 രൂപയിൽ മോൻ അവകാശമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഇത്. ഈ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ, കിച്ചുവിനെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ, സത്യം പറയാലോ എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന പരിപാടികളിലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയത്. ആ പയ്യൻ അല്ലെങ്കിൽ അവന് ആവശ്യം ഉണ്ടെങ്കിൽ അവന് ചാനലുണ്ട്, അവൻ അതിൽ വന്ന് പറയാറുണ്ട്. അവൻ പറഞ്ഞതും വീഡിയോ ഇട്ടതിൽ നിന്നും തുടങ്ങിയതാണ് ഈ വീടിൻ്റെ സീന് അല്ലേ. ഒരു ട്രോഫിയിൽ നിന്ന് തുടങ്ങിയപ്പോൾ വീട് വരെ എത്തി. അപ്പം അവന് പറയേണ്ട സമയങ്ങളിൽ പറയേണ്ട സ്പേസിൽ അവൻ പറയാൻ, ആളുകളായിട്ട് കൺവേ ചെയ്യാൻ അവനൊരു സ്ഥലമുണ്ട്. ഇത് ഇങ്ങേര് സ്വയം വിളിച്ച് പൊങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്തതല്ലേ, ഞാൻ അച്ഛനുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഹെൽപ്പ് ചെയ്തതല്ലേ, പിന്നെ മോനെ ഈ കിട്ടുന്ന കാശൊക്കെ നിനക്കും കൂടി അവകാശപ്പെട്ടതാണ്, ഇൻഷുറൻസ് പൈസ ഇനി വരും. കിച്ചു എന്ന മണ്ടനാ. ആ പയ്യൻ അത്യാവശ്യം അവൻ്റെ കാര്യങ്ങൾ നോക്കാനും മുന്നോട്ട് കാര്യങ്ങൾ ചെയ്യാനും കപ്പാസിറ്റിയും കേപ്പബിലിറ്റി ഉള്ള ഒരു വയസ്സിലുമാണ്. പ്രായം അതാണ്, അവൻ പഠിക്കുന്നുമുണ്ട്, അവൻ്റെ കാര്യങ്ങളൊക്കെ അറിയും ചെയ്യാൻ അവന്. മനസ്സിലായോ? ഇതിപ്പോൾ ഇയാളുടെ സെൽഫ് പി ആറിന് വേണ്ടിയിട്ട് വന്നിരുന്ന്, കാരണം കിച്ചുവിൻ്റെ എനിക്ക് തോന്നുന്നു രേണുവിനേക്കാൾ കോണ്ടന്റ് വാല്യൂ ഇപ്പോൾ കിച്ചുവിനുണ്ട്. ഓക്കെ, രേണുവിന് ഇട്ടാൽ വരുന്ന വ്യൂവിനേക്കാൾ കൂടുതൽ കിച്ചുവിൻ്റെ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ കിച്ചു വന്നു കഴിഞ്ഞാൽ ചാനലിൽ കിട്ടും. കാരണം ആ ചെക്കൻ എന്ത് പറയുന്നു, സുധിയുടെ മൂത്ത മകൻ്റെ വേർഷൻ എന്താണെന്നുള്ളത് കേൾക്കാനും കാണാനും ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അത് കൃത്യമായ രീതിയിൽ ഇയാൾ എന്ത് ചെയ്ത് അയാളുടെ ഞാനാണ് ഇതിൻ്റെ മെയിൻ, ഞാനാണ് നിന്ന് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം എടുത്തടിച്ച്. അടുത്തൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രേണുവിൻ്റെ ഡാഡി ഗിരിജ ഇയാളെ വിളിച്ചിട്ട് പറഞ്ഞ കുറച്ച് ഡയലോഗ് ഉണ്ട്. അവര് വീട് ചോരുന്നതിന് നോക്കാൻ വന്നായിരുന്നു അവിടുന്ന് ആരെങ്കിലും? വന്നപ്പോ അവര് വാർപ്പല്ലല്ലോ ചോരുന്ന, ഷീറ്റ് അല്ലയോ അതിന്റെ അവിടെ ഈ ഇറച്ചടിക്കുന്നേ? വാർപ്പിന്റെ അവിടെ ഒരു ലീക്ക് ഉണ്ട്, ഞാൻ കാണിച്ചിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. അതല്ലല്ലോ പ്രശ്നം. ഈ തേപ്പ് മൊത്തം പോയി. പിന്നെ സാറേ പുറകെ തേപ്പ് മൊത്തം പോയി, തേച്ച് വെച്ചിരിക്കുന്നു പ്ലാസ്റ്റിക്. അവര് കാണിച്ചു. അവര് കണ്ട എഞ്ചിനീയറെ വന്നിരിക്കും, എഞ്ചിനീയറും അതിന്റെ മെയിൻ പണിക്കാരനെ വന്നിരിക്കുന്നത്. അപ്പൊ അവരത് എന്താന്ന് വെച്ചാൽ കണ്ടിട്ട് പോട്ടെ. ഞാൻ പറയട്ടെ, 1 കോടി രൂപയുടെ പണിഞ്ഞാലും ചില വീടുകളിൽ നല്ല അവിടെ വൃക്ഷങ്ങളൊന്നും ഇല്ലെങ്കിൽ നല്ല വെയിലടിക്കുകയാണെങ്കിൽ പിന്നെ ഈ തേപ്പൊക്കെ പിന്നെ ചെറിയ പൊട്ടലുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതല്ലെന്നേ ഞാനൊരു കാര്യം പറയും, സിമെന്റ് മണലോ സിമെന്റ് എംസാൻഡ് ഇട്ടല്ല തേച്ചിരിക്കുന്നത്. അതാണ് പറ്റിയത്. പിന്നെന്താ ഈ പ്ലാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു സാധനം ഇട്ട് തേച്ച് വെച്ചതാ. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ പറയട്ടെ, ഒരു ചാനലിൽ പോയി ഇന്ന് വീട് ചോരുകയെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്തുവാ? ഞാൻ ചോദിക്കട്ടെ അവള് ഇത് അറിവില്ല, ഞങ്ങൾ ഇവിടെ ആളുണ്ടല്ലോ. അങ്ങനല്ലല്ലോ, അറിവില്ലെന്ന് പറയല്ല, അറിവെല്ലാവർക്കും അറിവുണ്ട്. ചോരുന്നുണ്ട്, അവൾക്ക് ചോരുന്നുണ്ടെന്ന് തന്നെ അവള് പറഞ്ഞു കാണും. സാറൊന്നും ന്യായീകരിക്കണ്ട, വേണ്ട, ഇനി ന്യായീകരിക്കണ്ട. അവള് നിങ്ങളോട് 1 വർഷമായിട്ട് നിങ്ങളല്ലേ എന്നോട് ഇടപെട്ടോണ്ടിരുന്നു ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങോട്ട്. ഈ ആഴ്ച വരും, അച്ഛാ നാളെ വന്നവരളക്കും, നാളെ ഞാനൊന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് പറഞ്ഞ് ഞാൻ തന്നെ പറഞ്ഞത് ഇനി തരുത്തേയില്ല, നിങ്ങൾ ഉണ്ടാക്കിക്കോളെ. എങ്ങനെ? അതല്ലേ പറഞ്ഞത്. ഇന്ന് വരെ ഫിറോസ് സാർ എന്നെ വിളിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല, നിങ്ങളല്ലേ ഇടയ്ക്കെന്ന് പറഞ്ഞത്. ഞാനാണ് ഇടയ്ക്ക്. വേണ്ട, എനിക്ക് ഈ വീടിന്റെ കാര്യം സാർ എന്നോട് സംസാരിക്കണ്ട. എനിക്ക് അത്ര കാര്യമുണ്ട്. ഞാനത് പറയും. അവളൊരു പെണ്ണ. എന്ത് വായി തോന്നുന്നു നമുക്ക് പറയാൻ പറ്റുമോ? അവള് പറഞ്ഞ നേരാന്നേ. എന്ത് നമുക്ക് വായി തോന്നുന്നേ പറയാൻ പറ്റുമോ? അതെങ്ങനെ ഒരുത്തൻ ക്യാമറയും തൂക്കിക്കൊണ്ട് വരുന്ന ഒരുത്തന്നെ അവനെങ്ങനെ അറിയാം വീഡിയോ വരുന്നത്? അവനോട് മുൻകൂട്ടി പറഞ്ഞു എന്നോട് ചോദിക്കണം വീഡിയോ ചോദിക്കണമെന്ന് ചോദിക്കണമെന്ന്. ശരിയല്ലേ? അങ്ങനെ എങ്ങനെ നനയുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതല്ലേ ചെയ്യേണ്ടത്. സൗകര്യമില്ല, ഞങ്ങൾ ഇട്ടത് പോകും. സൗകര്യമില്ല. ഈ ഒരു ഓഡിയോ ആണ് അന്ന് ഈ രേണുയുടെ ഫാദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഫിറോസിൻ്റെയും രേണുവിൻ്റെ ഫാദറിൻ്റെ ഇടയിൽ നിന്ന മനുഷ്യൻ അത് ഇയാളാണ്. ഇയാൾ വിളിച്ച സമയത്തുണ്ടായ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ ഒരു സംസാരം. ഒന്നാമത്തെ കാര്യം, രേണുവിൻ്റെ ഫാദറിനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, അയാൾക്ക് വലിയ പഠിപ്പോ വിദ്യാഭ്യാസമോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആളുകളോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നോ സൊസൈറ്റിയിൽ എന്ത് ചെയ്യണമെന്നോ ഒരു ക്യാമറ കണ്ടാൽ എങ്ങനെ അതൊന്നും ഇയാൾക്കറിയില്ല. മനസ്സിലായോ? അയാൾ മറ്റേ വാ പോയ കോടാലി പോലത്തെ ഒരു അവസ്ഥയാണ്. അയാളങ്ങോട്ട് ബ്ലണ്ടായിട്ട് പെട്ടപ്പെട്ടോട്ടേന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ സാഹചര്യത്തിൽ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് എക്സ്പെക്ട് ചെയ്താൽ മതി. ഞാൻ പറയുമ്പോൾ ഇതിലും വേഴ്സ്റ്റ് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ ചിലപ്പോൾ ഉണ്ട്.
വേറൊരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടു, അതായത് ഇതേ ഇന്റർവ്യൂവിന്റെ സെക്കൻഡ് പാർട്ടിലെങ്ങാണ്ട് ഇയാൾ ഇതിലും കൂടുതൽ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്, വേണമെങ്കിൽ മതി എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഇയാൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇടുന്നൊക്കെ പറയുന്നുണ്ട് ഇയാൾ. ഇത് രേണുവാണ് ഇത് നോക്കേണ്ടത്. ഞാൻ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, രേണുവാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. രേണുവിന് കുറച്ചും കൂടി ഇപ്പോൾ കാര്യങ്ങൾ അറിയാം, സോഷ്യൽ മീഡിയ എന്താണെന്നറിയാം, ചാനലുകളിൽ വന്നാൽ എന്താണെന്നറിയാം. അപ്പോൾ അച്ഛനെയൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളിൽ നിന്ന് മാറ്റി റെസ്ട്രിക്ട് ചെയ്യേണ്ടത് രേണുവാണ്. ഇത് ഞാൻ വീണ്ടും പറയാൻ കാരണം, ഈഫ് ഇൻ കേസ് രേണു സുധി എന്ന് പറഞ്ഞ വ്യക്തി ബിഗ് ബോസ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, ഈ രേണുവിൻ്റെ അച്ഛൻ്റെയൊക്കെ വീഡിയോ പോയിട്ട് എടുക്കുക, ഒരു 10 ചാനലുണ്ടാവും. ആ 10 ചാനലിലും കയറി രേണുവിൻ്റെ അച്ഛൻ ഇതാണ് ആറ്റിറ്റ്യൂഡ്, അയാൾക്ക് ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ അയാൾ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് രേണു പോയി, രേണു തീർന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് രേണു മനസ്സിലാക്കിയ മുന്നോട്ട് ചെയ്ത് കുറച്ച് കാലം നിൽക്കും. ഓക്കെ, ചിലർക്ക് ഇതൊരു കൊല്ലം നിൽക്കും, ഒരു 6 മാസം നിൽക്കും. അങ്ങനെയാണ് ഈ വൈറൽ ഫെയിം എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ്. ഇപ്പോൾ റോബിനൊക്കെ നോക്കിയാൽ മതി. ഞാൻ കണ്ടത് മലയാളികളുടെ ഇടയിൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വൈറൽ ഫെയിം സാധനം ഒരു വർഷം വരെ പിടിച്ചു നിർത്തിയത് റോബിനാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അയാളുടെ അവസ്ഥ അയാളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ബേർഡനാണ് ഈ സാധനം. അപ്പോൾ അതുതന്നെയായിരിക്കും ഇപ്പോൾ രേണുവിനെ കൊണ്ട് ഇപ്പോൾ ഇതൊരു ഒരു വർഷം അടുപ്പിച്ച് ഇത് പിടിച്ചു നിർത്താൻ. ഇപ്പോൾ എന്തായാലും 2025 ഗുണ്ടകളല്ല വരുന്നത് വരെ രേണു തൂക്കി. അപ്പോൾ എന്താണെങ്കിലും രേണു മുന്നോട്ട് ഇപ്പോൾ പറഞ്ഞല്ലോ, രേണുവിന് അറിയാൻ കാര്യങ്ങൾ, ഇൻകം വരാൻ തുടങ്ങി, വർക്ക് കിട്ടാൻ തുടങ്ങി, സോഷ്യൽ മീഡിയ എന്താണെന്നറിയാം, കാര്യങ്ങൾ കുറച്ചും കൂടി മെച്ചുവറായിട്ട് ഡീൽ ചെയ്യാൻ രേണു നോക്കുക. ഇനി ഇല്ല രേണു വർക്കിലാണെന്നുണ്ടെങ്കിൽ മൂത്ത മകൻ കിച്ചുവിനോട് കാര്യങ്ങൾ ഏൽപ്പിക്കുക, കിച്ചുവിനോട് പറയുക. മനസ്സിലായില്ലേ? ഇത് നിങ്ങളെ വീട്ടിലെയും നിങ്ങളെ ജീവിതത്തിനും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ചാനലുകളാണ് എന്നുള്ള നിലയ്ക്കാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കുട്ടീനെ നിങ്ങൾ കൊണ്ടുപോയിക്കോ, ഞാനും എൻ്റെ കുട്ടിയും കൂടി ഇപ്പോൾ തീരുന്നുള്ള ഡയലോഗ് നാട്ടുകാരെ മുന്നിലടിക്കുമ്പോൾ ഒരു അമ്മ എന്നുള്ള ഫിഗറും കൂടി അവിടെ നാട്ടുകാർക്ക് ആ ഇമോഷൻ കൂടി പോയി കിട്ടും.